ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ വെട്ടിലായി BJP നേതാക്കൾ. വന്ദേ ഭാരതിൽ അക്കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനോട് ഒപ്പം സഞ്ചരിച്ച് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ദിവസമാണ് സഞ്ചരിച്ചത്. മുരളീധരനൊപ്പം ജ്യോതി മൽഹോത്ര സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. ആ യാത്രയിൽ അക്കാലത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം ടൂറിസം വകുപ്പിനെതിരെ തിരിച്ചുവിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാനായിരുന്നു BJPയുടെ ശ്രമം. ചാരവനിത കേരളത്തിലെത്തി ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന ആരോപണമാണ് BJP വ്യാപകമായി ഉന്നയിച്ചത്. ഈ ആരോപണം ലീഗ് നേതാവ് PK ഫിറോസും ആവർത്തിച്ചു. പക്ഷേ തൊട്ടു പിന്നാലെ BJP നേതൃത്വത്തെ വെട്ടിലാക്കി അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന് ഒപ്പം യാത്ര നടത്തുന്ന ജ്യോതി മൽഹോത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിലാണ് ജ്യോതി മൽഹോത്ര വി മുരളീധരന് ഒപ്പം സഞ്ചരിക്കുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത്. 2023 ഏപ്രിൽ 25-നാണ് ഇവർ കാസർഗോഡ് എത്തിയത്. हमारे साथ है यूनियन मिनिस्टर फॉर एक्सटर्नल अफेयर्स वी मुरलीधरन सर. थैंक यू सो मच सर. ये न्यू वंदे भारत, हाउ दिस ट्रेन इज वेरी इंपॉर्टेंट फॉर अस, हाउ इट विल बी हेल्पफुल टू Kerala state as well. See, train travel become more enjoyable. You can see the new coach that has come. Vande Bharat trains coach has a facility that people can, especially tourists can travel in train and enjoy the picturesque landscape of India. Few words in your language, please sir. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ടൂറിസത്തിലെ മാർക്കറ്റിംഗ് വിഭാഗം നിരവധി വ്ളോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇവർക്കൊപ്പമാണ് ജ്യോതി മൽഹോത്രയും കേരളത്തിൽ എത്തിയത്. പിന്നീടാണ് ജ്യോതി മൽഹോത്ര ചാരവൃത്തി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനു മുൻപ് കാശ്മീർ മുതൽ നിരവധി സംസ്ഥാനങ്ങളിൽ ജ്യോതി മൽഹോത്ര സഞ്ചരിച്ചിട്ടുണ്ട്. കുംഭമേളയിലും ജ്യോതി മൽഹോത്ര പങ്കെടുത്തു. ഇതൊക്കെ മറച്ചുവെച്ചാണ് BJP സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണം ആരംഭിച്ചത്. ഈ വ്യാജ പ്രചരണത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.